അല്ല, സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ വമ്പൻ ബാങ്ക് ലോൺ എടുത്തിട്ട് അവർ ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും അത് വെച്ചിട്ടുള്ള സ്വപ്നം കാണലാണ്. ശരിക്കും ഡ്രീമിംഗ് ആണ്. അതിലൊരു വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിൽ രക്ഷപ്പെട്ടു പോകുന്നുള്ളൂ. അതൊരു ട്രാപ്പാണ് ശരിക്കും. ഒരു ബാങ്കുകളും അല്ലെങ്കിൽ ഇത്രയും ഇനി ഗവൺമെന്റ് തന്നെ ഇത്രയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും വലിയ ബാങ്ക് റേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പഠന സഹായം എന്നുള്ളതുണ്ടെങ്കിൽ 5-6% അല്ലേ വരേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് വാങ്ങുന്നതിന് 1% കൂടുതൽ പലിശയ്ക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള ലെവലിൽ കൊടുക്കണം. എഡ്യൂക്കേഷൻ ശരിക്കും ഫ്രീ ആണ്. ഗവൺമെൻറ് കൊടുക്കേണ്ടതും ഫ്രീ ആണ്. അവരാണ് അർഹതപ്പെട്ടവരെ ഫുൾ ചെലവും കൊടുത്താണ് ഗവൺമെൻറ് പഠിപ്പിച്ചെടുക്കേണ്ടത്. അപ്പം ഇത് സെൽഫ് ഫൈനാൻസിങ്ങിൽ വരുമ്പോൾ ഇതാണ് അവർ ഉള്ളതെല്ലാം വിറ്റ് പറക്കിയിട്ട് അവസാനം ഈ ലോൺ തീർക്കാൻ വേണ്ടി ഉള്ള അസറ്റ്സ് എല്ലാം വിൽക്കേണ്ടി വരും. വീട് വസ്തു വിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ബാങ്ക് തന്നെ ജപ്തി ചെയ്യും എന്നുള്ള സാഹചര്യമാണ്. അപ്പം ഈ ഒരു സാഹചര്യം അവരെ നെഗറ്റീവിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ അവർ കറപ്ഷനിലോട്ട് പോയെന്നും വരാം. ഇനി ഒരു ജോലി കിട്ടിയാൽ തന്നെ ഈ ഒരു